ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ചന്ദ്രയെന്ന് പറയുന്ന അമ്മയുടെ മനസ്സിലെ കുശുമ്പും കൊന്നായ്മയും എല്ലാം വളരെ വളരെ വലുതാക്കി കൂട്ടുകാരി ഭാമ തൊട്ടരികിലുണ്ട്. എന്തായാലും സത്യഭാമയ്ക്കാണെങ്കിൽ കിട്ടിയ അവസരം നന്നായിട്ട് വിനിയോഗിക്കുന്നുണ്ട് ചന്ദ്രയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കാനായിട്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി എന്ന് പറയുന്ന പെൺകുട്ടി വളരെ വളരെ വലിയ തന്ത്രശാലിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ, അതായത് അച്ചമ്മ നമ്മുടെ രേവതിയെ സ്നേഹിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതി എല്ലാവരെയും മയക്കി കുപ്പിയിലാക്കാൻ മിടിക്കുകയാണെന്നുള്ള കാര്യം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചന്ദ്ര നിൽക്കുന്നു. ചന്ദ്രയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇപ്പോൾ ഈ കല്യാണത്തിൽ നിന്നൊന്ന് ഒഴിഞ്ഞു മാറിയാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷെ കാര്യങ്ങളെല്ലാം ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്ന് കൂട്ടുകാരി ചോദിച്ചപ്പോൾ പിന്നെ അതിന് പറയാൻ മറുപടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക. എങ്കിലും അവസാന നിമിഷമെങ്കിലും നാണക്കേടാണെങ്കിലും ഈ കല്യാണത്തിൽ നിന്നും മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനാണ് ചന്ദ്ര ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതായത് അവരുടെ മക്കൾക്ക് കിട്ടാനുള്ള സ്വത്തുക്കളൊക്കെ രേവതിയുടെ കടം വീട്ടാനായിട്ട് അച്ചമ്മ ഉപയോഗപ്പെടുത്തുമെന്നുള്ള കാര്യം കേട്ടതോടുകൂടി ചന്ദ്രയ്ക്ക് ഇരട്ടി കലിയായി രേവതിയോട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ രേവതിയുടെ അനുജത്തിയുടെ മുന്നിൽ വലിയ ആൾ കളിക്കാൻ ചെന്നതാണ്. ദേവിക്ക് അതിനുള്ള മറുപടി നല്ല കണക്കിനങ്ങ് കൊടുത്തും വിട്ടു. അവിടെ നാണം കെട്ടു. അപ്പോൾ സ്ത്രീയെ നോട്ടം വെച്ചിരിക്കുകയാണ് ഈ ദേവിക എന്നുള്ള രീതിയിലാണ് ആശാത്തി സംസാരിച്ചത്. പക്ഷേ അതിനുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മിണ്ടാനില്ലാതെ പുള്ളിക്കാരി അങ്ങ് പോവുകയും ചെയ്തേ. ഇതെല്ലാം കഴിഞ്ഞ് സുധി ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ആകെ ഇങ്ങനെ ഇതായിട്ട് ഒളിച്ചും പാത്തും ഇങ്ങനെ നിൽക്കുക, എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള പേടി അല്ലെങ്കിൽ അതിനുള്ളൊരു ചമ്മൽ കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെയെല്ലാം ആ ഒരു ഇതിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സച്ചിയെ പോലീസ് സ്റ്റേഷനിൽ മനസാക്ഷിയുള്ളൊരു പോലീസുകാരൻ വന്ന് കണ്ട് സംസാരിച്ചു. CI സാർ വരുമ്പം നീ വളരെ മാന്യമായി സംസാരിച്ചാൽ മതി, ഉള്ള കാര്യം അദ്ദേഹവുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിന്നെ രക്ഷപ്പെടുത്തും എന്നുള്ളത്. അപ്പോൾ ആ പലിശക്കാരന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്, ഗജാനന്ദൻ്റെ ആൾക്കാരാണ് ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ CI സാർ അങ്ങോട്ടേക്ക് വന്നു. CI സാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയെ കണ്ട് ഇയാൾക്ക് എന്താ പ്രശ്നം, അല്ലെങ്കിൽ ഇയാൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ സച്ചി ആ പോലീസുകാരൻ പറഞ്ഞതുപോലെ തന്നെ വളരെ മാന്യമായിട്ട് ആ സാറിന് മുന്നിൽ സംസാരിക്കുക. സർ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതിനു മുൻപ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഇവർ ഈ പറയുന്നത് പോലത്തെ പ്രവൃത്തികളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്നും ഞാൻ മദ്യപിച്ചിട്ടില്ലെന്നും ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് SI സാറ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഗജാനന്ദൻ എന്ന് പറയുന്ന ഒരു പലിശക്കാരന് വേണ്ടിയിട്ടാണ് സാർ എന്നോട് ഈ നീതികേട് കാണിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു. ഇന്ന് എൻ്റെ ഏട്ടൻ്റെ കല്യാണമാണ്. എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് ഞാൻ അവിടെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇവരെന്നെ ചതിച്ചതാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് സച്ചിയെ പിടിച്ചുകൊണ്ട് വന്ന പോലീസുകാരനെ വിളിച്ചു CI സാർ. ഇയാൾ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല സാർ, അത് പിന്നെ സാറെന്ന് പറഞ്ഞപ്പോൾ സത്യമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി തെളിവുകൾ ഓരോന്നും പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ CI സാറിന് കുറച്ചൊക്കെ മനസ്സിലായി ഇത് ജെനുവനായിട്ടുള്ള കാര്യമാണെന്ന്. അപ്പോൾ തെറ്റ് ചെയ്യാത്ത ഒരാളെ ലോക്കപ്പിൽ ഇട്ടതിൻ്റെ പേരിൽ ആ SIയെ കുറേ വിമർശിച്ചു. അതിനുശേഷം സച്ചിയോട് പൊക്കോളാനും പറഞ്ഞു. ഇനിയും ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടരുതെന്നും മാത്രമല്ല ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ സാറ് വളരെ സ്നേഹത്തോടെ മര്യാദയോടുകൂടി സച്ചിയോട് സംസാരിച്ചിട്ട് ആദ്യമൊക്കെ ഇടഞ്ഞു നിന്നെങ്കിലും കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് മെരുക്കം വന്നതാണ്. അങ്ങനെ അദ്ദേഹം നമ്മുടെ സച്ചിയെ വിടാൻ തയ്യാറായി. സച്ചി വന്നില്ലെന്നുണ്ടെങ്കിൽ അവനിനി ഞാൻ വീട്ടിൽ കയറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു നമ്മുടെ രവിയേട്ടൻ. അങ്ങനെ അമ്മയും മകനും കൂടെ അവിടെ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചി എന്തെങ്കിലും തക്കതായ കാര്യം ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ മാറി നിൽക്കില്ല. എന്തോ പ്രശ്നമുണ്ടടാ, അതുകൊണ്ട് അവൻ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനത്തെ പണി കാണിക്കില്ല, പ്രത്യേകിച്ച് നിന്നെ സങ്കടപ്പെടുത്താൻ അവൻ ഒരിക്കലും തയ്യാറാവില്ലെന്നുള്ള കാര്യമൊക്കെ അച്ചമ്മ ഇങ്ങനെ അവിടെ നിന്ന് രവിയേട്ടനോട് പറയാം. എന്താണേലും അവൻ വരട്ടെ, വരുമ്പോൾ കാര്യം അറിയാമല്ലോ എന്ന് അച്ഛൻ അന്നേരം പറയുകയും ചെയ്തു. ആ സമയത്ത് അവിടെ നീലിമ ഭയങ്കര സ്വപ്ന ലോകത്തിങ്ങനെ പാറിപ്പറക്കും 50 ലക്ഷം രൂപയും കൊണ്ട് വരുന്ന സുധി, അതിനുശേഷം സുധിയെ വലിച്ചെറിയുന്ന രീതി, ഇതൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞു. ഈ നമ്മുടെ സുധി ഇങ്ങനെ അവിടെ ആകെ വിഷമിച്ച് ഒരു മൂലയ്ക്ക് പോയി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും ചന്ദ്ര ഇത് കണ്ടു. ചന്ദ്ര എന്നിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. എന്താടാ മക്കളെ പറ്റിയത്, നിനക്ക് എന്താ മുഖത്തൊരു സന്തോഷമില്ലായ്മ, എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കൊരു വിഷമമില്ല, അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാണെന്ന് പറഞ്ഞു മകൻ. അല്ല, അമ്മയ്ക്ക് നിന്നെ അറിഞ്ഞൂടേടാ, നിനക്ക് എന്തോ വിഷമമുണ്ട്, നിൻ്റെ മനസ്സിന് എന്തോ വളരെ ദുഃഖമുണ്ടെന്ന് അമ്മയ്ക്കറിയാം. എന്താ, എൻ്റെ മോന് ഈ കല്യാണം ഇഷ്ടമല്ലേ? നിനക്ക് ഈ കല്യാണം ഇഷ്ടമില്ലെങ്കിൽ നീ അമ്മയോട് പറ. ഇതിപ്പോൾ അവസാന നിമിഷമാണെങ്കിലും കെട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ മോന് ഈ കല്യാണത്തിനോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഈ കല്യാണം അമ്മ മുടക്കിത്തരാം, അല്ലെങ്കിൽ ഈ കല്യാണത്തിൽ നിന്ന് നമുക്ക് പിന്മാറാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മ എന്താ ഈ പറയുന്നത്? ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തുകൊണ്ട് എനിക്കങ്ങനെ ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറേണ്ട കാര്യമില്ല. അതുമാത്രമല്ല, എനിക്ക് അച്ഛൻ തരുന്ന പൈസ
അത് കിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അപ്പം നിനക്ക് അവളോടല്ല താല്പര്യം, അച്ഛൻ തരുന്ന പൈസയോടാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലേറെ നാളത്തെ സ്വപ്നമാണെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ എൻ്റെ ബിസിനസ്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുധി ഇങ്ങനെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മകനെ ഒന്നും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ മകൻ്റെ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ എന്തായാലും നിൻ്റെ തീരുമാനം അതെന്താണേലും നടക്കട്ടെ എന്നും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഗജാനന്ദനെയാണ്. ഗജാനന്ദൻ തൊട്ടരികിലിരിക്കുന്ന ഗുണ്ടകളോട് പറയുവാണ്, അപ്പോൾ ചെറുക്കനെ എത്രയും പെട്ടെന്ന് തട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ ഗജാനന്ദൻ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആശാൻ ഇങ്ങനെ കുറേ എണ്ണത്തിനെയും കൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ അന്നേരത്തേക്ക് മണ്ഡപത്തിലേക്ക് പോരാനുള്ളൊരു സമയവും കാര്യങ്ങളൊക്കെ ആയി. അവിടെ താലോടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും ഗജാനന്ദൻ കൂടെ ഇരുന്നവരോട് പറയാണ്, ചെറുക്കൻ ഇപ്പം തന്നെ എത്താറായി. അപ്പോൾ ചെറുക്കൻ വരുന്ന സമയത്ത് തട്ടി വണ്ടിയിലേക്ക് ഇട്ടേക്കണം. ഒരു കാരണവശാലും അവൻ മണ്ഡപത്തിലെത്താൻ പാടില്ല. അവൻ മണ്ഡപത്തിൽ എത്തിക്കഴിഞ്ഞ് കല്യാണം നടക്കും. അപ്പോൾ അവൻ മണ്ഡപത്തിലെത്താതെ വരുമ്പം കല്യാണം മുടങ്ങും. അപ്പം ഞാൻ അവിടെ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഈ മുഹൂർത്തം തെറ്റാതെ രേവതിയുടെ കഴുത്തിൽ ഞാൻ തന്നെ താലി കെട്ടും എന്നുള്ള കാര്യം പറയാം. അപ്പോൾ രേവതിയുടെ കഴുത്തിൽ ഗജാനന്ദൻ താലി കെട്ടും എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഗജാനന്ദൻ അവിടെ ഇരുന്ന് സ്വപ്നം കാണുന്നു. പക്ഷേ അവിടെ പോലീസുകാർ സച്ചിയെ വിട്ടതും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതും ഒന്നും ഗജാനന്ദൻ അറിയുന്നില്ല. വളരെ പ്രതീക്ഷയോട് കൂടിയിരിക്കുന്ന ഗജാനന്ദൻ്റെ ഫോണിലേക്ക് SI സാർ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഇന്നപോലെ സച്ചിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെറുതെ വിട്ടു, CI സാറാണ് വെറുതെ വിട്ടതെന്ന്. അത് കേട്ടപ്പോൾ ഗജാനന്ദൻ ഒന്ന് പേടിച്ചു. കാരണം സച്ചി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂതറ പരിപാടിയൊന്നും നടക്കില്ലെന്നുള്ള കാര്യം ആശാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെപ്രാളവും കയറി. അത് കഴിഞ്ഞ് ഗുണ്ടകളോട് പറഞ്ഞു, അവന് ഇന്ന പോലെ പോന്നിട്ടുണ്ട്, അവനെ പിടിച്ച് വണ്ടിയിലേക്ക് ഇട്ടേരെ, അവനും ഇവിടെ എത്തരുതെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ചേട്ടനും അനിയനും ഇവിടെ ഉണ്ടാവരുത്, അങ്ങനെ വന്നാൽ മാത്രമേ ഗജാനന്ദന് കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഗജാനന്ദൻ അവിടെ നിന്ന് പ്ലാൻ ഇടുക, ഇവരോട് പറയുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി താലപ്പൊലികളോടുകൂടി മണ്ഡപത്തിലേക്ക് വരും കേട്ടോ. അങ്ങനെ മണ്ഡപത്തിലേക്ക് വരുന്ന രേവതി വളരെ സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. സന്തോഷവതിയായിട്ട് വരുന്നു, വന്ന് മണ്ഡപത്തിലിരിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും മുന്നിൽ വന്ന് കൈകൂപ്പി തൊഴുത് നമ്മുടെ രേവതി വന്നിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും പുറകിലെ ചുറ്റിനും എല്ലാവരും വന്നിരിക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ട് രവിയേട്ടൻ്റെ മനസ്സ് ഒത്തിരി സന്തോഷിക്കുന്നു. താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ പെൺകുട്ടി തൻ്റെ മകളാകാൻ പോകുന്നു എന്ന്. ഈ സമയത്ത് ദൈവമേ ഈ കല്യാണം മുടങ്ങണേ എന്നുള്ള പ്രാർത്ഥന അത് അങ്ങനെ ആ രേവതിയുടെ കഴുത്തിൽ താലി വീഴുന്ന ആ ഒരു നിമിഷം അത് കാണാനായിട്ടുള്ള ആ ഒരു മനസ്സിൻ്റെ വിങ്ങലും സന്തോഷവും അല്ലെങ്കിൽ ആ ഒരു വാത്സല്യമൊക്കെ നിറഞ്ഞ് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ അടുത്ത് നിൽക്കുന്നു. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നുള്ളൊരിതിലാണ്. ഈ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധിയെ വിളിക്കുന്ന സമയമായി കഴിഞ്ഞപ്പോൾ സുധിയെ വിളിക്കാൻ പറഞ്ഞു. സുധിയെ വിളിക്കാൻ ചെന്നവർ സുധി അവിടെ കണ്ടില്ല. പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, അതേ കല്യാണ ചെറുക്കനെ എവിടെയെങ്കിലും കാണാനില്ലെന്ന് പറഞ്ഞു. കല്യാണ ചെറുക്കനെ കാണാനില്ലെന്നോ? ഇതെന്ത് ഈ പറയുന്നത്? കല്യാണ ചെറുക്കൻ എവിടെ പോയെന്ന നേരത്തേക്ക് അവിടെ പിന്നെ അങ്ങോട്ട് തപ്പലായി അങ്ങനെ തിരയലായി അങ്ങനെയൊക്കെ ഓരോ ഇത്. അപ്പോഴേക്കും നമ്മുടെ രവിയേട്ടൻ എല്ലാവർക്കും ആകെ ടെൻഷനായി തുടങ്ങി, ആകെ സങ്കടം, അങ്ങനെ വല്ലാത്തൊരിത്. കാരണം കല്യാണ ചെറുക്കൻ സ്ഥലത്തില്ല, എവിടെ പോയെന്നറിയില്ല. പിന്നെ അത് സീനായി. സുധി എവിടെ പോയി എന്നുള്ളതൊരു വല്ലാത്ത വിഷയം തന്നെയായി. അങ്ങനെ എല്ലാവരും സുധിയെ അന്വേഷിക്കണം. അപ്പോൾ ഗജാനന്ദൻ സുധിയെ തട്ടിക്കൊണ്ട് പോകുമെന്നുള്ളത് ഗജാനന്ദൻ പറഞ്ഞിരിക്കുന്നു. പക്ഷേ സുധി സ്വയം മനസ്സാൽ ഈ 50 ലക്ഷമായിട്ട് മുങ്ങുമെന്നുള്ളതുമാണ്. പക്ഷേ ഇതിൽ രണ്ടിലും ഏത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയില്ല. എന്തായാലും ഗജാനന്ദൻ കിട്ടിയ അവസരം നന്നായിട്ട് വിനിയോഗിക്കാൻ അങ്ങനെ സകല ധൈര്യത്തോടും കൂടി അങ്ങനെ ഇരിക്കാം. ഇപ്പം നടക്കും. കാരണം കാര്യങ്ങൾ വഷളായി മൊത്തത്തിൽ സീൻ കോൺട്രയാകുമ്പോഴേക്കും തനിക്ക് അങ്ങോട്ടേക്ക് എൻട്രി ചെയ്യാം എന്നുള്ളൊരിതിലാണ് ഗജാനന്ദൻ ഇരിക്കുന്നത്. അങ്ങനെ ആ ഒരു വിഷയം വല്ലാത്തതായി. അപ്പോഴേക്കും നമ്മുടെ രേവതിയൊക്കെ ആകെ ഡൗൺ ആയി. കാരണം ചെറുക്കനില്ല, കല്യാണപ്പന്തലിൽ വേഷം കെട്ടി വന്നിരിക്കുന്ന രേവതി മാത്രം. അപ്പോഴേക്കും ചന്ദ്ര അവിടെ ഇരുന്ന് കുത്തും കോളൊക്കെ വെച്ച് പറയാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ മനസ്സ് വേദനിച്ച് എൻ്റെ മകൻ പോയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ചന്ദ്രയെ 2 എണ്ണം അങ്ങ് പറഞ്ഞു. അച്ചമ്മയും അതുപോലെ തന്നെ രവിയേട്ടനും കൂടി, ഈ സമയത്തല്ല നിൻ്റെ ഈ കോപ്രായം കാണിക്കലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്ക് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിങ്ങൾക്കാർക്കും അല്ലല്ലോ നഷ്ടപ്പെട്ടത്, എനിക്ക് എൻ്റെ മോനെയല്ലേ നഷ്ടപ്പെട്ടത്, എൻ്റെ മോൻ എന്ത് ചെയ്യും, എൻ്റെ മോനെ എനിക്കിപ്പോൾ വേണമെന്നും പറഞ്ഞുകൊണ്ടായി ചന്ദ്ര. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണ മണ്ഡപം ഇളക്കി മറിച്ചു എന്ന് തന്നെ പറയാം, സുധിയുടെ തിരോധാനം. അങ്ങനെ കല്യാണ മണ്ഡപം മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് സുധിയെ ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. ഇതാണ് ആ ഒരു ഇതിൽ വന്നിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ഗജാനന്ദൻ അങ്ങോട്ടേക്ക് എൻട്രി ആവുന്നു. അപ്പോൾ ഗജാനന്ദൻ ഇങ്ങനെ കയ്യിൽ താലിയൊക്കെ പിടിച്ച് ഈ പെണ്ണിരിക്കുന്നതിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും രേവതിയുടെയൊക്കെ ഉള്ളു കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. കാരണം അവൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമോ, അവന് താലി കെട്ടാൻ കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ആ ഒരു പേടിയിൽ നമ്മുടെ രേവതി അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ നമ്മുടെ ആശാൻ ഇങ്ങോട്ടേക്ക് എൻട്രി ചെയ്യുന്ന. ആരാ? നമ്മുടെ സുധിക്ക് പകരം സച്ചി അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും കളറായി. ശരിക്കും പറഞ്ഞാൽ ഇളക്കി മറിച്ചു നമ്മുടെ സച്ചി വന്ന്.
അങ്ങനെ ആ ഒരു എന്താ പറയുന്നത് അടിപൊളി സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ കല്യാണ ദിവസം എത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒറിജിനൽ എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.